ഹായ് മക്കളെ, നമ്മൾ സെക്കൻഡ് ഇയർ പോർഷൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത് അല്ലേ. നമ്മൾ അതിനകത്ത് ഫ്രിക്ഷൻ ഇലക്ട്രിസിറ്റിയും പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ചാർജസ്, കൂളംസ് ലോ, പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ ഓഫ് ഇലക്ട്രിക് ഫോഴ്സസ്, ഇലക്ട്രിക് ഫീൽഡ്, ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു പോയിന്റ് ചാർജ് ആൻഡ് ദ പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഹവ് ബീൻ കവേർഡ്. Then we have to now focus on the electric field due to a system of charges. അതായത് നമ്മൾ സിംഗിൾ ചാർജ് മൂലമുള്ള ഒരു പോയിന്റിൽ പിയിലുണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡിനുള്ള ഇക്വേഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു. എന്നാൽ ഒരു കൂട്ടം ചാർജുകൾ വന്നാൽ ഒരു പ്രത്യേക പോയിന്റ് പിയിൽ എത്രത്തോളം ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാകും എന്ന് നമ്മൾ കണ്ടുപിടിക്കേണ്ടതുണ്ട്. അതിനുള്ള ഇക്വേഷൻ രൂപീകരിക്കലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിന് നമ്മൾ ആദ്യം സങ്കല്പിക്കുന്നത് ഒരു സിസ്റ്റം ഓഫ് ചാർജസ് ആണ്. ദെൻ നമുക്ക് നോക്കാം. കൺസിഡർ എ സിസ്റ്റം ഓഫ് n ചാർജസ്. n ചാർജ് നമ്മൾ എന്ത് ചെയ്യുന്നു? കൺസിഡർ ചെയ്യുന്നു. ചാർജുകളുടെ പേരാണ് Q1, Q2, Q3 എക്സെട്ര Qn. അപ്പോൾ വിത്ത് പൊസിഷൻ വെക്ടേഴ്സ് R1, R2, R3, Rn. നമുക്കത് നോക്കാം എങ്ങനെയാണ്. നോക്കാം. Q1 എന്ന് പറയുന്ന ചാർജ്, ദെൻ Q2, Q3 അല്ലേ. ആ പോയിന്റ് വേറൊരു പോയിന്റ് ആണ് P. ഈ പിയിലെ ഇലക്ട്രിക് ഫീൽഡ് ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ പിയും Q1ഉം തമ്മിലുള്ള അകലം നമ്മൾ എടുക്കുന്നു R1P എന്നെടുക്കുന്നു. Q2ഉം പിയും തമ്മിലുള്ള അകലമാണ് R2P എന്ന് കാണിക്കുന്നു. Q3യും പിയും തമ്മിലുള്ള അകലമാണ് R3P എന്ന് കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെ പിയുമായുള്ള അകലം കാണിക്കുമ്പോഴാണ് നമ്മൾ ഈ 2P, 1P അങ്ങനെ നമ്മൾ എടുക്കുന്നത്. അതേസമയം ഈ ചാർജുകൾ ഏതെങ്കിലും ഒരു ഒറിജിനിൽ നിന്നുള്ള അകലമാണ് R1, R2, R3. അതിനാണ് പൊസിഷൻ വെക്ടർ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പൊസിഷൻ വെക്ടറുകളാണ് R1, R2, R3, Rn. ഇനി നമുക്ക് പിയിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ആണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പൊ എവിടെയാണോ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കേണ്ടത് ആ പോയിന്റ് നമ്മൾ എന്ത് കൊണ്ടുവയ്ക്കും? ഒരു ടെസ്റ്റ് ചാർജ് കൊണ്ടുവയ്ക്കും. അപ്പൊ ടെസ്റ്റ് ചാർജ് എന്ന് പറയുന്നതാണ് +1 കൂളം ചാർജ്. അപ്പോൾ ടു ഫൈൻഡ് ദ റിസൾട്ടന്റ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് P which is at a distance r from the origin, we have to place a positive 1 coulomb charge at P and find the resultant field at P by superposition principle. അപ്പോൾ നമുക്ക് നോക്കാം. P എന്ന് പറയുന്ന പോയിന്റിൽ Q1 മൂലവും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്, Q2 മൂലവും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്, Q3 മൂലവും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. ഇപ്പൊ Q1 മൂലമുള്ള ഇലക്ട്രിക് ഫീൽഡ് ആണ് E1 എന്ന് കാണിച്ചിരിക്കുന്നത്. Q2 മൂലമുള്ളതാണ് E2, Q3 മൂലമുള്ളതാണ് E3 എന്ന് കാണിച്ചത്. അപ്പൊ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഒന്നിലധികം ഫീൽഡോ ഫോഴ്സോ ഒക്കെ ഒന്നിലധികം വെക്ടേഴ്സ് ഒരു പോയിന്റിൽ ഉണ്ടെങ്കിൽ റിസൾട്ടന്റ് വെക്ടർ എന്ന് പറയുന്നത് അതിന്റെ എല്ലാം വെക്ടർ സം ആയിരിക്കും. അപ്പോൾ നമുക്ക് ടെസ്റ്റിലുള്ള ഫിഗർ ആണ് കേട്ടോ ഇത്. ഓക്കെ, Q1 അതിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ആണ് E1, Q2 മൂലമുള്ള ഇലക്ട്രിക് ഫീൽഡ് ആണ് E2. അപ്പോൾ E1ഉം E2ഉം രണ്ട് വെക്ടറുകളായാൽ അതിന്റെ റിസൾട്ടന്റ് വെക്ടർ അതിന്റെ ഡയഗണലായിട്ട് പോകും. കണ്ടില്ലേ? ആ ഡയഗണലും അടുത്ത വേറൊരു ഇപ്പം Q3യുമായിട്ട് എടുക്കുന്നു. Q3യുടെ ദിശയാണ് ഇത്. അപ്പോൾ ഇതും തമ്മിൽ ഒരു നമ്മൾ എന്ത് സങ്കല്പിക്കുന്നു? ഒരു പാരലോഗ്രാം സങ്കല്പിച്ചാൽ ഇതാണ് അതിന്റെ റിസൾട്ടന്റ് വെക്ടർ എന്ന് പറയുന്നത്. അങ്ങനെ ഓരോന്നിന്റെയും റിസൾട്ടന്റ് എടുത്ത് കൂട്ടുന്നതിന് തുല്യമായിരിക്കും ഒരു n സിസ്റ്റം ഓഫ് ചാർജിൽ റിസൾട്ടന്റ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. അപ്പോൾ റിസൾട്ടന്റ് ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം ഫസ്റ്റ് ചാർജ് മൂലം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കുക. ദെൻ സെക്കൻഡ് ചാർജ് മൂലം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കുക. അടുത്തത് തേർഡ് ചാർജ് മൂലമുള്ളത്. എന്നിട്ട് എല്ലാം കൂടെ എന്ത് ചെയ്യണം? കൂട്ടണം. സിംപ്ലി അഡിഷൻ, വെക്ടർ അഡിഷൻ ആണ്. പക്ഷേ അപ്പൊ നമ്മൾ ഇപ്പം ഇക്വേഷൻ രൂപീകരിക്കാൻ നമ്മൾ ഇങ്ങനെ പറഞ്ഞാൽ മതിയാകും. ഇലക്ട്രിക് ഫീൽഡ് അറ്റ് P ഡ്യൂ ടു Q1 ഈസ് E1 is equal to 1/4πε0 Q1 by R1P the whole square into R1P. ഈ R1P എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് വെക്ടർ ആണ്. To make the electric field a vector quantity or to represent the electric field at P as a vector quantity, we put as this unit vector here. Then electric field at P due to Q2 is E2. E2 is equal to 1/4πε0 Q2 by R1P square into R2P. R2P cap. R2P ആണ്, ഡിസ്റ്റൻസ് R2P ആണ്. Then the total distance at P can be written as the sum of all the fields. Therefore, EP is equal to E1, E2, E3, etc. En. Hence,
നമുക്ക് എങ്ങനെ എഴുതാം? ഇ പി എന്ന് പറയുന്നത് Q1 മൂലം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ്, Q2 മൂലം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ്, Q3 അതിന്റെ എല്ലാം കൂടെ സം എടുക്കും. സം എടുത്ത് നമുക്ക് ഇങ്ങനെ എഴുതാം. ഇതിലെല്ലാം 1/4πε0 കോമൺ ആണ്. അതുകൊണ്ട് നമ്മൾ 1/4πε0 ഇങ്ങോട്ട് വെളിയിലോട്ട് എടുത്തു. എന്നിട്ട് എന്ത് എഴുതി? Q1/R1 p² then Q2/R2 p² plus Q3/R3 p² plus etc. Qn/Rn p². അങ്ങനെയാണ് ഈ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ്. ഇനി ഇതിനെ നമുക്ക് ജനറലൈസ് ചെയ്ത് സിഗ്മ കാണിച്ചിട്ട് നമുക്ക് എങ്ങനെ എഴുതാം? ഇൻ ജനറൽ വി ക്യാൻ റൈറ്റ് ആസ് ഇ പി, ഇലക്ട്രിക് ഫീൽഡ് അറ്റ് പി ആണ് നമ്മൾ ഇ പി എന്ന് കാണിച്ചത്. ഇ പി ഈസ് ഈക്വൽ ടു 1/4πε0 സിഗ്മ ഐ ഈസ് ഈക്വൽ ടു 1 to n. ഈ ഐ ഈസ് ഈക്വൽ ടു 1 to n മീൻസ് ഐയുടെ വാല്യൂ 1 മുതൽ n വരെ മാറാം. അതായത് Q1, Q2, Q3 എന്നൊക്കെ വരാം. ഇവിടെ എന്തെന്ന് ഇടാം? R1p, R2p, ഇവിടെ R1p. അപ്പൊ അങ്ങനെ വരുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ജനറലൈസ് ഇക്വേഷൻ ഇങ്ങനെ എഴുതുന്നത്. അപ്പൊ ഇത്രയും വളരെ നല്ലവണ്ണം പഠിക്കുക. ഒന്നും കൂടെ വേണമെങ്കിൽ പറയാം. അതായത് നമ്മൾ n സിസ്റ്റം ഓഫ് ചാർജ് സങ്കല്പിക്കുന്നു. അതിൽ പലതരത്തിലുള്ള ചാർജ്, അതായത് Q1, Q2, Q3 പല ചാർജുകളുണ്ട്. ആ ചാർജുകൾ മൂലം ഒരു പോയിന്റ് പിയിൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? ആദ്യം ഫസ്റ്റ് ചാർജ് Q1 മൂലം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡിനുള്ള ഇക്വേഷൻ എഴുതുന്നു. ദെൻ സെക്കൻഡ് ചാർജ് മൂലം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ എഴുതുന്നു. ദെൻ ഇതെല്ലാം കൂടെ, അതായത് n ചാർജ് മൂലം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡിനുള്ള ഇക്വേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഇതെല്ലാം കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ആഡ് ചെയ്യുന്നു. അതായത് ഇ പി, ഇലക്ട്രിക് ഫീൽഡ് അറ്റ് പി ഈസ് ഈക്വൽ ടു E1 പ്ലസ് E2 പ്ലസ് E3 പ്ലസ് എക്സെട്ര En. എന്നിട്ട് നമ്മൾ അതിന് വാല്യൂ കൊടുക്കുന്നു. വാല്യൂ കൊടുത്തപ്പോൾ ഈ 1/4πε0 എല്ലായിടത്തും ഉള്ളത് കൊണ്ട് നമ്മൾ അതിനെ വെളിയെടുക്കുന്നു. പിന്നെ Q1/R1p², Q2/R2p², അങ്ങനെയുള്ള ടേമുകളാണ്. അതിനെ ജനറലൈസ് ചെയ്യാൻ വേണ്ടി, അപ്പോൾ ജനറലൈസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, Q1 മാറണം, Q2 ആവണം, Q3 ആകണം. അങ്ങനെ 1 1 വരുന്നിടത്തെല്ലാം നമ്മൾ ഐ എന്നുള്ള ഒരു സങ്കല്പം, ഐ കൊടുക്കുമ്പോൾ ഐയുടെ വില വേരിയബിൾ ആണ്, വാല്യൂ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഐ ഈക്വൽ ടു 1 to n എന്ന് കൊടുത്ത് സിഗ്മ ഇട്ട അർത്ഥം, ഇപ്പൊ ഐ 1 ആകുമ്പോഴത്തേക്ക് Q1/R1p², സിഗ്മ ഇടുന്നാൽ പ്ലസ്, വീണ്ടും ഐ ഈക്വൽ ടു 2 വരും. അപ്പൊ Q2/R2p ദ ഹോൾ സ്ക്വയർ. അപ്പൊ നേരത്തെ പറഞ്ഞ സ്റ്റെപ്പിന്റെ ഒരു എന്താണ് ഷോർട്ട് ഫോം ആണ് ഈ ജനറലൈസ്ഡ് ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അത്രയും പഠിക്കുക. ദിസ് ഈസ് ദ ഇക്വേഷൻ ഫോർ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് ഡ്യൂ ടു എ സിസ്റ്റം ഓഫ് n ചാർജസ്. ഇത് നമുക്ക് പഠിക്കാനുള്ളതെന്ന് പറയുന്നത് പ്രോബ്ലംസ് ആണ്. പ്രോബ്ലംസ് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് നമ്മൾ ആദ്യം അതിനകത്തൊരു വിക്ടേഴ്സിന്റെ ക്ലാസ്സിൽ പറഞ്ഞ ഒരു പ്രോബ്ലം ആയിരുന്നു. 12 എക്സസ് ഇലക്ട്രോൺസിന് ഉള്ള ഒരു ഓയിൽ ഡ്രോപ്പിന് നമ്മൾ ഇലക്ട്രിക് ഫീൽഡിൽ ഹെൽഡ് ചെയ്ത് നിർത്തിയാൽ അതിനകത്ത് ആ ഡ്രോപ്പിന്റെ റേഡിയസ് കണക്കാക്കാൻ, അതായത് ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരുന്നു, ആൻ ഓയിൽ ഡ്രോപ്പ് ഓഫ് 12 എക്സസ് ഇലക്ട്രോൺസ് ഈസ് ഹെൽഡ് സ്റ്റേഷനറി അണ്ടർ എ constant electric field of 2.55 into 10⁴ Newton per coulomb. The density of the oil drop is 1.260 gram per centimeter cube. Estimate the radius of the oil drop. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കാണുമ്പോൾ നമ്മൾ നോക്കണം, ആദ്യം ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മൾ നോക്കണം എല്ലാം SI യൂണിറ്റിലാണോ തന്നിരിക്കുന്നതെന്ന് നമ്മൾ നോക്കുക. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ 12 എക്സസ് ഇലക്ട്രോൺസ് ഉള്ള ഒരു ഓയിൽ ഡ്രോപ്പ് ആണ്, അതിനെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഇടയിൽ വച്ചിരിക്കുന്നു. അപ്പോൾ ആ ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുന്ന ഫോഴ്സും വെയിറ്റും ഈക്വൽ ആകുമ്പോഴാണ് ആ ഓയിൽ ഡ്രോപ്പ് അവിടെ സ്റ്റേഷനറി ആയിട്ട് നിൽക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ when the electrons are held by the electric field, the weight of electrons is equal to the force experienced by the electric field. അതായത് mg is equal to QE എന്ന് പറയുന്ന ഒരു പൊസിഷൻ വരുമ്പോഴാണ് ആ ഇക്വേഷൻ ശരിയാകുന്നത്, ആ ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ ശരിയാകുന്നത്. അപ്പോൾ നമുക്ക് എഴുതാം, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം, ഒരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്തിരിക്കുന്ന പോസിറ്റീവ് പ്ലേറ്റും നെഗറ്റീവ് പ്ലേറ്റും, അതിന്റെ ഇടയ്ക്ക് ഒരു ഓയിൽ ഡ്രോപ്പ് 12 എക്സസ് ഇലക്ട്രോൺസ് ഉള്ള ഓയിൽ ഡ്രോപ്പ് വെച്ചിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അതിന്റെ വെയിറ്റ് mg താഴോട്ട് ആക്ട് ചെയ്യും. അതിന്റെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്താണ്? Q × E എന്ന് പറഞ്ഞ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് മുകളിലോട്ടായിരിക്കും. ഇത് സ്റ്റേഷനറി ആവുന്ന എപ്പോഴെന്ന് ചോദിച്ചാൽ mg is equal to QE ആവുന്ന കേസിലാണ്. ഇനി അവിടെ ശ്രദ്ധിക്കാനുള്ള മാസ് എന്ന് പറയുന്നത് വോളിയം ഇൻറ്റു ഡെൻസിറ്റി ആണ്. ഇനി ഡെൻസിറ്റി അവർ തന്നിട്ടുണ്ട് 1.260 gram per centimeter cube, which is equal to 1.260 into 10⁻⁻3, അതായത് ഗ്രാമിനെ കിലോഗ്രാം ആക്കാൻ വേണ്ടി 10⁻⁻3.
ഡിവൈഡഡ് ബൈ സെന്റിമീറ്റർ ക്യൂബിനെ മീറ്റർ ക്യൂബ് ആക്കാൻ, സെന്റിമീറ്ററിനെ മീറ്റർ ആക്കാൻ വേണ്ടി 10⁻² ആണ്. അപ്പൊ ക്യൂബ് ആക്കാൻ വേണ്ടി നമ്മൾ 10⁻² ഇൻറ്റു 10⁻² ഇൻറ്റു 10⁻² മീൻസ് 10⁻6. അപ്പോൾ 1.260 ഇൻറ്റു 10⁻3 വിച്ച് ഈസ് ഈക്വൽ ടു 1260 എന്ന് എഴുതാൻ വേണമെങ്കിൽ. പിന്നെ മാസ് ഈസ് ഈക്വൽ ടു വോളിയം ഇൻറ്റു ഡെൻസിറ്റി നമുക്കറിയാം. വോളിയം എന്ന് പറയുന്നത് 4/3 πr³ ആണ് ഇൻറ്റു 1260 വിച്ച് ഈസ് ദ ഡെൻസിറ്റി. അപ്പോൾ മാസ് ഇൻറ്റു ജി, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, എം ഇൻറ്റു ജി ഈസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു ഇ. ക്യൂ എന്ന് പറഞ്ഞാൽ 12 ഇലക്ട്രോൺസ് ആണല്ലോ. അപ്പോൾ 12 ഇൻറ്റു 1.6 ഇൻറ്റു 10⁻⁻19 ഇൻറ്റു ഇ, ക്യാപിറ്റൽ ഇ എന്ന് പറയുന്നത് 2.55 ഇൻറ്റു 10⁻4 ആണ്. അത് ചെയ്യുമ്പോൾ r³ ഇങ്ങനെ വരും. r³ നിന്നും ആറിന്റെ വാല്യൂ എന്ന് പറയുന്നത് 9.8 ഇൻറ്റു 10⁻⁻7 മീറ്റർ എന്ന് വരും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് പഠിക്കുക. പിന്നീട് അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ദ ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് 4 millimeter away ഫ്രം ആൻ ആൽഫ പാർട്ടിക്കിൾ. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത് ഇവിടെ ആൽഫ പാർട്ടിക്കിൾ എന്ന് പറയുന്ന പാർട്ടിക്കിളിന്റെ ചാർജ് എത്രയും നമുക്ക് അറിഞ്ഞാലേ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആൽഫ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് 2 ഇലക്ട്രോണിക് ചാർജ് ആണ്. മീൻസ് 2 ഇൻറ്റു 1.6 ഇൻറ്റു 10⁻⁻19 കൂളമാണ് ഇവിടുത്തെ ആൽഫ പാർട്ടിക്കിൾ എന്ന് ഉദ്ദേശിക്കുന്നത്, അതായത് ചാർജ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിനുള്ള ഇക്വേഷൻ അറിയാൻ ഈ സമം നമുക്കറിയാം 1/4πε0 Q/r² എന്നറിയാം. Q നമുക്കറിയാം. R എന്ന് പറയുന്നത് 4 ഇൻറ്റു 10⁻³ മില്ലിമീറ്റർ ആണ്. ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ കണ്ടുപിടിക്കുകയാണെങ്കിൽ വിലയെല്ലാം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് വാല്യൂ 1.8 ഇൻറ്റു 10⁻⁴ ന്യൂട്ടൺ പെർ കൂളം എന്ന് കിട്ടും. Q are placed at the 3 corners of an equilateral triangle with a side A. Find the net force on the charge at the corner C. അതായത് ഒരു ട്രയാങ്കിൾ, ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ പ്രത്യേകത വെച്ചാൽ എല്ലാ സൈഡും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ട്രയാങ്കിൾ ABC നമ്മൾ സങ്കല്പിച്ചു. അതിന്റെ ഓരോ സ്ഥലത്തും +Q ചാർജസ് ആണ്